പിടുത്തം വിട്ട ജീവിതം ഉണ്ടാകരുത്. നിയമങ്ങൾ ലംഘിക്കുന്ന ജീവിതവും പിടുത്തം വിട്ട ജീവിതമാണ്. നീ ധരിക്കുന്നത് പാന്റാണെങ്കിലും, പുരുഷന്മാര് ധരിക്കുന്നത് പാന്റാണെങ്കിലും തുണിയാണെങ്കിലും നീളക്കുപ്പായമാണെങ്കിലും അല്ലാത്ത കുപ്പായമാണെങ്കിലും ഒക്കെ നിനക്ക് അഹങ്കാരം വരാതിരിക്കാൻ ഞെരിയാണിക്ക് മുകളിലാകണം നിന്റെ വസ്ത്രത്തിന്റെ അളവ്. തായോട്ട് പോയാ കിബിർ കൂടിപ്പോകും. അങ്ങനെ വരരുത്. നിലത്തടിച്ചാൽ കുറച്ചുകൂടി കിബിർ ഏറിപ്പോകും. അങ്ങനെ വരാൻ പാടില്ല. അതിനൊരു കണക്കുണ്ട്. ആ കണക്കനുസരിച്ച് മാത്രം അങ്ങനെയാണ് ധരിക്കേണ്ടത്. ബാക്കിയുള്ളത് മുറിച്ചു മാറ്റണം. അത്ര മതി. ആ അളവിനനുസരിച്ച്. സഹോദരിമാരോ, അവര് പുരുഷന്മാര് ധരിക്കുന്ന പാന്റ് ധരിക്കരുത്. അത് ഇസ്ലാമിക ദൃഷ്ട്യാ നിയമവിരുദ്ധമാണ്. സറാവീലുള്ള ടൈറ്റ് ഫിറ്റ് ഏതായാലും പെങ്ങന്മാര് ധരിക്കരുത്. ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന് മാത്രമല്ല, ഇസ്ലാമിക ദൃഷ്ട്യാ അത് നല്ലതിന് എതിരാണ്, ഖിലാഫുൽ ഔലയാണ്. പുരുഷന്മാര് ടൈറ്റ് ഫിറ്റ് ധരിക്കരുത്, അത് കറാഹത്താണ്. അപ്പൊ നിങ്ങൾ ചോദിക്കരുത് കറാഹത്തല്ലേ ഉള്ളൂ എന്ന് ചോദിക്കരുത്. അത് കറാഹത്തിനെ നിന്ദിക്കലാണ്. കറാഹത്ത് നമ്മൾ ഇത് സ്വീകരിക്കേണ്ട ഒരു നിയമം തന്നെയാണ്. ആർക്കെങ്കിലും സ്വീകരിക്കാനുള്ള നിയമമല്ല, ഓരോരുത്തർക്കും സ്വീകരിക്കാനുള്ള നിയമമാണ് കറാഹത്ത്. വേണ്ടാന്ന് വെക്കേണ്ട നിയമമാണ് കറാഹത്ത്. അത് കറാഹത്താണോ? എനിക്കത് വേണ്ട. പെങ്ങളെ, ആണിന്റെ വസ്ത്രം ധരിച്ച് പെങ്ങള് നടക്കരുത്. കാരണം എന്താണ്? അതൊരു സ്റ്റൈലിന്റെ ഭാഗമാണ്. അത്തരക്കാർക്ക് അള്ളാഹുവിന്റെ ശാപമുണ്ടെന്നറിയിച്ചത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. പുരുഷന്മാരോ സ്ത്രീകളെ വേഷം ധരിക്കരുത്. ലഅനല്ലാഹുർ റജുല യൽബസു ലിബ്സത്തൽ മർആ. പെണ്ണിന്റെ വസ്ത്രം ധരിക്കുന്ന ആണിനെ അല്ലാഹു ലഅനത്ത് ചെയ്തിരിക്കുന്നു. വലഅനല്ലാഹുൽ മർഅത അല്ലതി തൽബസു ലിബ്സത്തർ റിജ്ലി. ആണിന്റെ വസ്ത്രം ധരിക്കുന്ന പെണ്ണിനെ, ആണ് ധരിക്കുന്ന അതേ ടീഷർട്ട്, നഊദു ബില്ലാഹ്, ആണ് ധരിക്കുന്ന അതേ രൂപത്തിലുള്ള കുപ്പായം, ആ കുപ്പായത്തിന്റെ മുൻഭാഗത്തൊക്കെ കൊടുക്കുന്നുണ്ട്. കടയിൽ നിന്ന് ആണുങ്ങളെ ഷർട്ട് എന്ന് പറഞ്ഞു വാങ്ങിച്ചതാണ്. അതേ പാന്റും അതേ ഷർട്ടും ഫ്രീഡമാണോ പകരം പറയുന്നത്? മോളെ, ഫ്രീഡം നമുക്ക് അനുവദിച്ചത് അള്ളാഹുവാണ്. അള്ളാഹുവിന്റെ നിയമത്തിന്റെ അപ്പുറം കടന്നൊരു ഫ്രീഡം ഇല്ലേ? അതാണ് കിബ്ർ എന്ന് പറയുന്നത്. വലാ തംശി ഫിൽ അർളി മർഹാ.